പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ ഭാഷണങ്ങളായ പ്രിയ സഹോദരി സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് 10,000-കണക്കിന് കുടുംബങ്ങളിൽ ഈശോ പ്രത്യേകം അത്ഭുതങ്ങളും ഇടപെടലുകളും കണ്ണുനീരൊപ്പുന്ന ദൈവിക സന്ദർശനങ്ങളും അനുവദിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് അനേകരുടെ സാക്ഷ്യങ്ങൾ വിളച്ച മനസ്സിലാക്കി. അതിൻ്റെ ഒരു കാരണം എല്ലാ ശനിയാഴ്ചയും അനേക ലക്ഷക്കണക്കിന് ആളുകൾ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ അനേകർക്ക് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപവാസം എടുക്കാൻ പ്രേരണ കിട്ടുന്നുണ്ട്. ചെയ്യേണ്ടത് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നിക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക. ഇത് അനേകം കുടുംബങ്ങൾക്ക് രക്ഷയായി രൂപാന്തരപ്പെടും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ലക്ഷോപലക്ഷം ദൈവമക്കളുടെ ഒരു കൂട്ടായ പരിശ്രമമാണ് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റ് ഓരോ ടെക്നിക്കൽ സപ്പോർട്ടിലൂടെയൊക്കെയുള്ള ലക്ഷോപലക്ഷം ജനങ്ങളുടെ കൂട്ടായ പരിശ്രമഫലമായിട്ടാണ് അഭിഷേകാഗ്നി ശുശ്രൂഷ ദൈവമക്കളുടെ കൺമുമ്പിലെത്തുന്നത്. ഈ സമയം അതിൻ്റെ അനുഗ്രഹം മക്കളെ നിങ്ങൾക്ക് ലഭിക്കും. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അപ്പൻ, അമ്മ, മക്കള്, കുടുംബം ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്.
ഒരു നല്ല ദൈവാരാധനയിൽ നന്നായി പങ്കെടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഡെലിവറൻസ് ഉണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അനോയിൻറ്റിംഗ് ഉണ്ട്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ വരദാനങ്ങൾ വർഷിക്കപ്പെടുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്തി മക്കളെ, ഏത് അവസ്ഥയിലാണ് നിങ്ങളുടെ ഹൃദയമെങ്കിലും ഇപ്പോൾ ദൈവത്തിൽ ശരണം വെക്കുക. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഗ്ലോറി, 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 ഗ്ലോറി. ഫയർ, ഫയർ, ഫയർ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. എല്ലാ മക്കളും കൈയടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഉണർവോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കൈയടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് ഇടപെടണമേ. എല്ലാ ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും കുടുംബങ്ങളെയും ദേശങ്ങളെയും സമർപ്പിക്കുന്നു. തകർന്ന കുടുംബങ്ങളിലേക്ക് വരണമേ കർത്താവേ. വേദനിക്കുന്ന ആത്മാക്കളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, 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 ഗ്ലോറി. ഓ അത്ഭുതത്തിന്റെ ശക്തിയേ, കൃപയുടെ ദൈവമേ, മഹത്വത്തിന്റെ കർത്താവേ, അത്ഭുതകരമായി കോട്ടകളെ തകർക്കുന്നവനെ, പാപാന്തകാരം നീക്കുന്നവനെ, ദുഃഖഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനെ, ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നവനെ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ അരികിലേക്ക് വരണമേ. ഇതാ ഞങ്ങൾ നിലവിളിക്കുന്നു, ഇതാ ഞങ്ങൾ നിലവിളിക്കുന്നു. ഇപ്പോൾ വരണമേ, ഇപ്പോൾ വരണമേ, കണ്ണുനീരൊപ്പണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ നാമത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛന് വളരെ സന്തോഷമുണ്ട്. അഭിഷേകാഗ്നി അനേകം കുട്ടികളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈശോ കുട്ടികളെ കൈകളിലെടുത്ത് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. അച്ഛന് വളരെ സന്തോഷമുണ്ട്. ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് യേശു കണ്ണുനീരിൽ കുതിർന്ന അനേകരുടെ കണ്ണുനീരൊപ്പി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, അടിത്തറ തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യും? സങ്കീർത്തന പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, സാംസ് ചാപ്റ്റർ 11 വേഴ്സ് 3, അടിത്തറ തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാ നാളുകളിലും ജീവിതം ഒരുപോലെ ആയിരിക്കില്ല. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ അനുഭവപ്പെടും. കൂട്ടിയാ കൂടാത്ത ദിവസങ്ങളും കാലങ്ങളും സമാഗതമാകും. ഒരിടത്തും കാലുറയ്ക്കുന്നില്ല. ഓരോ തരത്തിലുള്ള അനർത്ഥങ്ങൾ, പല തരത്തിലുള്ള ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങൾ, ശത്രുക്കളുടെ ശല്യങ്ങൾ, കടബാധ്യത, രോഗബാധ, ക്യാൻസർ, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ,
അപ്പോൾ എന്ത് ചെയ്യും? സങ്കീർത്തന പുസ്തകം 11-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ജ്ഞാനം വെളിപ്പെടുത്തുകയാണ്. ഞാൻ കർത്താവിനെ ആശ്രയിക്കും. ദൈവത്തിൻ്റെ പൈതൽ ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം വേറൊരു പ്രശ്നം നേരിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റും ശത്രുക്കൾ കുമിഞ്ഞുകൂടി അദ്ദേഹത്തെ ഞെരുക്കി, അദ്ദേഹത്തെ വല്ലാണ്ട് ഒറ്റപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും? നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ടത്ത് എയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകൊലച്ച് അമ്പ് തൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭയങ്കരമായ വിധത്തിൽ ജീവിതം തകർന്ന് ശത്രുക്കളുടെ മനഃപൂർവമായ ശല്യ നിമിത്തം വിഷമിക്കുക. ആ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം ഉയരുകയാണ്: അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? ഒരുപാട് പേര് ഇന്ന് പാപത്തിലേക്ക് പോവുകയാണ്. എല്ലാം കൈവിടുമ്പോൾ, പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ ഒരുപാട് പേര് നിരാശയിലേക്ക് പോകുന്നു. ഒരുപാട് പേര് പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു. ഒരുപാട് പേര് ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്നു. ഒരുപാട് പേര് പ്രാർത്ഥന ഉപേക്ഷിച്ച് പോകുന്നു. പലർക്കും പ്രാർത്ഥിക്കാൻ പറ്റാതെയാകുന്നു. വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നു. ലോകപ്രകാരം നടക്കാൻ വേണ്ടി അനേകരുടെ പിന്നാലെ അവർ വരക്കമായെന്നു. അങ്ങനെ പല വിധത്തിൽ ഇന്ന് പല ആളുകളും ചെതറിപ്പോവുകയാണ്. എന്നാൽ എന്താണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം? സങ്കീർത്തനം 11:1, Psalms chapter 11 verse 1, ഞാൻ കർത്താവിനെ ആശ്രയിക്കും. എന്താ കാരണം? ഒരു ഉറപ്പ് ഈ ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ ചെറുപ്പകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. മക്കളെ, നമ്മുടെ നല്ല നാളുകളിൽ, നമ്മുടെ കൃപയുടെ നാളുകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള അടിസ്ഥാന ബോധ്യങ്ങളെ പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് നാം കൈവിടരുത്. സങ്കീർത്തനം 11-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതത്തിൽ ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് തകർച്ചയുടെ നാളുകളിലെന്ന് പരിശുദ്ധാത്മാവ് നേരത്തെ നിക്ഷേപിച്ച ബോധ്യം സങ്കീർത്തനം 11:4 ദൈവപൈതൽ ഏറ്റുപറയുകയാണ്. കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അവിടുത്തെ കണ്ണുകൾ നമ്മുടെ ഓരോ സെക്കൻഡിനെയും സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് എനിക്ക് സഹായം എത്തിക്കും. ഈ ഒരു ഉറപ്പ് നീതിമാന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. ഒരു വലിയ പ്രശ്നത്തിൽ കുടുംബം ഈ ഒരു ഉറപ്പിൽ രക്ഷപ്പെട്ട കാര്യം അവർ തന്നെ പറയണം. നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷെറിൻ. ഞാൻ മുണ്ടകയം തെക്കേമല ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 10-ാം തീയതി രാത്രി സെൻറ്റ് ആൻ്റണീസ് അഴങ്ങാട് ദേവാലയത്തിൽ നിന്ന് ദിവ്യകാരുണ്യ ആരാധന കഴിഞ്ഞ് മമ്മി തിരികെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് മമ്മിയെ വിഷം തീണ്ടി. ഭയങ്കരമായിട്ട് വിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പായിരുന്നു. പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുചെന്നു. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരുപാട് സമയം വൈകി, അതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്ത് വന്നാലും ആളെ കിട്ടത്തില്ല, 99% നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇതാ ഈ ആള് മരിച്ചു പോകും, പാമ്പ് കടിച്ചതാണ്, കൈവിട്ടു പോയി, എല്ലാ പരിധിയും കഴിഞ്ഞിരിക്കുകയാണ്, മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ 100% വിചാരിച്ചിരുന്നു. ശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു കാരണവശാലും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതി തരണം. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ് രോഗിയെ ഇവിടെ കിടത്തുന്നത്. എന്ത് വന്നാലും അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഹോസ്പിറ്റലിന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം അവരെ അഡ്മിറ്റാക്കി ICU കിടത്തി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. കാരണം പപ്പ മരിച്ചു, ഞാനും എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ, മമ്മിയും കൂടെ മരിച്ചാൽ ഞങ്ങൾക്ക് ആരുമില്ലാതെ ആകുമല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ദിവസം ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങൾ TV-യുടെ മുന്നിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചു, ഈശോയെ കൂടുതൽ ആരോഗ്യം ഒന്നും വേണ്ട, എഴുന്നേറ്റ് ഒന്നിരിക്കാൻ മാത്രം ശക്തി തന്നാൽ മതി, ഒന്നും ചെയ്യാൻ വേണ്ട, ഒരാളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ നീ കൃപ തന്നാൽ മതി, അത് മാത്രം ഞങ്ങൾക്ക് നീ തരണേ ഈശോയെ. അങ്ങനെ വിശ്വാസത്തോടെ അങ്ങോട്ട് TV-യുടെ ഒരു വചനപ്രഘോഷണം നടക്കുമ്പോൾ അഭിഷേകാഗ്നിയുടെ സമയത്ത് എഴുതി വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ 3 വയസ്സുള്ള മോളുണ്ട്, അവളോട് ഞാൻ പറഞ്ഞു, അവൾ വർത്തമാനം പറയാനായില്ല, ഈശോയെ തായ് ഈശോയെ എന്ന് മാത്രമേ അവൾ പറയത്തുള്ളൂ. അപ്പോൾ അവളോട് പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിക്കുക. അവളും പ്രാർത്ഥിച്ചു, ഈശോയെ തായ് ഈശോയെ, ഈശോയെ തായ് ഈശോയെ എന്ന് അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് അന്നേരം എൻ്റെ അനിയത്തി ഫോൺ വിളിച്ച് പറഞ്ഞു, എടി ചെറുതായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സേവ്യർ അച്ഛൻ ഫോൺ വിളിച്ച് പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് കിട്ടാനിടയായി.
അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഫോൺ വിളിച്ചാൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ ആ സമയത്ത് ഇവർക്ക് ഫോണിൽ നേരിട്ട് അച്ഛനെ കിട്ടി. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം, 3-ാം ദിവസം എഴുന്നേക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതേ അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മമ്മി ഒന്ന് മിണ്ടാൻ പോലും പറ്റത്തില്ലല്ലോ, എഴുന്നേപ്പിച്ചിരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. 3-ാം ദിവസമായി രാവിലെ 5:30 മേലെ തുടയ്ക്കാൻ കയറി ചെന്നപ്പം ബോധത്തിനും അബോധത്തിനും ഇടയിൽ കിടന്ന എൻ്റെ മമ്മി കട്ടിലിൻ്റെ 2 ഗ്ലാസ്സിലും പിടിച്ച് എഴുന്നേറ്റിരുന്നു. മമ്മി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി ബോധത്തിലാണോ അബോധത്തിലാണോ അറിയാൻ പാടില്ല. എഴുന്നേറ്റിരുന്ന് പറയാം, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്തിനാ പേടിക്കണത്, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു എഴുന്നേറ്റിരുന്ന. ഞങ്ങൾ മമ്മിയോട് പറഞ്ഞു, മമ്മി രാത്രിയിലൊക്കെ ആരാധനയ്ക്ക് പോയിട്ടല്ലേ. അപ്പൊ മമ്മി പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ അടുത്തോട്ടല്ലേ പോയി, എനിക്കൊന്നും വരത്തില്ല, തമ്പുരാൻ അറിയാതെ ഒന്നും വരുത്തത്തില്ലല്ലോ, ഇപ്പോഴും ഒന്നും വന്നില്ലല്ലോ, ഇനിയും ഞാൻ പോകുമെന്ന് പറഞ്ഞു അവിടുന്ന് തന്നെ. അതിനുശേഷം അവർ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു 1.5 മാസത്തോളം ഡയാലിസിസ് വേണമെന്ന്. 1 വട്ടം ഡയാലിസിസ് ജീവിതത്തിൽ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നീട് 1 വട്ടം കൂടെ തമ്പുരാൻ ഇടയാക്കിയില്ല. ദൈവത്തിന് ഡയാലിസിസ് പോലും ഇല്ലാതെ ഈശോ അത്ഭുതമായി വളരെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഇപ്പൊ പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാ പണിയും ചെയ്ത് ഒരാളായിട്ട് ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല, നടക്കും ജോലിയും ഒക്കെ ചെയ്യും, എല്ലാം ചെയ്യും. ആദ്യത്തെ പോലെ തന്നെ ആ പഴയ അമ്മച്ചിയെ ഈശോ തിരിച്ചങ്ങോട്ട് കൊടുക്കും. ഈശോയ്ക്ക് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്താ? അച്ഛൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ അന്നേരം വീട്ടിലും അപ്പൊ തന്നെ നടപ്പാക്കി. അതാണ് നല്ല നല്ല സ്നേഹമുള്ള വിശ്വാസമുള്ള തീഷ്ണമതികളുടെ. അപ്പൊ തന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ച് അങ്ങോട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. മെഴുകുതിരി കത്തിച്ച് വെക്കുക, 33 വിശ്വാസ പ്രമാണം 3 ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അല്ലേ. അതോടുകൂടി അങ്ങോട്ട് ക്ലിയർ. 3-ാം ദിവസം എഴുന്നേൽക്കുന്നു പറഞ്ഞ് എഴുന്നേറ്റു. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്ദി നാഥാ, സ്തുതി എന്നാഥാ, നന്ദി നാഥാ, സ്തുതി എന്നാഥാ. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 11:4 പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എന്താ വചനം പഠിപ്പിക്കുന്നത്? കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലുണ്ട്, അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ കണ്ണുകൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോരുത്തരും പറയണം. അവിടെ നിന്ന് എന്നെ കാണുന്നുണ്ട്. ഞാൻ പെർപ്ലക്സ്ഡ് ആകരുത്, ഞാൻ പരിഭ്രാന്തനാകരുത്. എനിക്കൊരു ദൈവമുണ്ട്. സങ്കീർത്തന പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നതാണ്, കർത്താവേ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും, അവരുടെ ഹൃദയത്തിന് അവിടുന്ന് ധൈര്യം പകരും. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അപ്പൻ മരിച്ചു, അമ്മ മരണത്തിൻ്റെ വക്കത്ത്, ഒരാളും ഹോപ്പ് കൊടുക്കുന്നില്ല, ഒരാളും പ്രതീക്ഷ കൊടുക്കുന്നില്ല. മരിക്കും എന്ന് എല്ലായിടത്തു നിന്നും കേൾക്കണത്. 2 പെൺകുട്ടികൾ. പക്ഷേ അവർ ദൈവത്തിൽ അടിയുറച്ചവർ, അവരുടെ ഹൃദയം വിശ്വാസം ദൈവത്തിൽ വെച്ചവർ. അവർ പറഞ്ഞു, ദൈവം തരും, ഈശോ തരും, യേശു തരും, അമ്മയ്ക്ക് ഈശോ ജീവൻ കൊടുക്കും. എളിയവരുടെ ഹൃദയത്തിന് ധൈര്യം പകരുന്ന കർത്താവ് ആ വാക്കുകളും ആ നിലപാടുകളും കണ്ടു. സങ്കീർത്തനം 10:17, ദൈവമേ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും, അവരുടെ ഹൃദയത്തിന് അവിടുന്ന് ധൈര്യം പകരുന്നു. സങ്കീർത്തനം 10:14 വീണ്ടും ഈ കാര്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നതാണ്, കർത്താവേ, അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. അനാഥൻ, പരിഭ്രാന്തൻ, നിസ്സഹായൻ, ജീവിത തകർച്ചയുടെ മുന്നിൽ അടിത്തറ തകർന്നു നിൽക്കുന്ന മകൻ, അടിത്തറ തകർന്നു നിൽക്കുന്ന കുടുംബം, ദൈവം സഹായകൻ. ഈ സമയത്ത് ദൈവത്തെ വിട്ട് ഓടാൻ പിശാച് നിർബന്ധിക്കും. ഈ സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കാൻ പിശാച് നമ്മളെ വഞ്ചിക്കും. മക്കളെ, പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങരുത്.
അടിത്തറ തകരുമ്പോഴും ഹൃദയത്തിലുള്ള വിശ്വാസം തകരരുത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും കർത്താവിൻ്റെ സഹായം നമ്മളെ മുൻപന്തിയിലെത്തിക്കും. ഒരു കൊച്ചു കുഞ്ഞ് അവൻ്റെ അനുഭവം പറഞ്ഞു. അവൻ ജീവിതത്തിൽ ഒരിക്കലും മലയാളത്തിന് ജയിച്ചിട്ടില്ല, എന്നും മലയാളത്തിന് തോക്കും. 10ാം ക്ലാസ് പരീക്ഷയായി, SSLC പരീക്ഷയായി. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു വിശ്വാസം, ഈശോ എനിക്കുണ്ട്, എൻ്റെ ഈശോ എന്നെ സഹായിക്കും. എങ്ങനെ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട്. എൻ്റെ പേര് സ്റ്റെനോഷ്. ഞാൻ കൊല്ലം നീണ്ടകരയിൽ നിന്ന് വരുന്നു. എന്നിട്ടോ അച്ഛന് കൊല്ലംകാരോട് ഇഷ്ടമായി, കൊല്ലംകാർക്ക് കർത്താവ് അനുഗ്രഹം വർഷിക്കുക. പറഞ്ഞു. ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇതേവരെയായിട്ട് മലയാളത്തിന് ജയിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിൻ്റെ മോഡൽ വരെ മലയാളത്തിന് ജയിച്ചിട്ടില്ല. മലയാളത്തിന് ഇന്ന് വരെ ജയിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. പക്ഷേ കുട്ടി പറ. ടീച്ചർമാരെല്ലാം പറഞ്ഞു SSLC പരീക്ഷയ്ക്ക് തോക്കാൻ സാധ്യതയുള്ള കുട്ടികളിൽ ഒന്നാണ് ഞാനെന്ന്. ദൈവമേ, എൻ്റെ മോനെ. പക്ഷേ കോവിൽ തോട്ടത്ത് അച്ഛൻ്റെ അല്ലെ ടീച്ചർമാർ നിന്നെ നോക്കിയിട്ട് നിന്നെ നേരെ നോക്കി ഇങ്ങനെ പറഞ്ഞില്ലേ? അതെന്തായാലും ആ ടീച്ചർമാർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പരീക്ഷകളിൽ തോക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എൻ്റെ മോൻ പരീക്ഷ എഴുതാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് പറഞ്ഞില്ലെന്നുള്ളൂ. അത് ഒരു വക്ക് വരെ എത്തിച്ചു വെച്ച്. പറഞ്ഞു, നീ പറഞ്ഞു. അപ്പോഴാണ് കോവിൽ തോട്ടത്ത് അഭിഷേകാഗ്നി വരുന്നത്. അഭിഷേകാഗ്നി കൺവെൻഷന് പോയപ്പോൾ ഞാൻ ഈ കാര്യം പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അഭിഷേകാഗ്നി കൺവെൻഷൻ കോവിൽ തോട്ടം നടക്കുന്ന സമയത്ത് ഈ മകനെ അപ്പനും അമ്മയും കൂടെ കൂടി അവിടെ കൊണ്ടുവന്ന് അല്ലേ. എന്നിട്ട് ഉഴപ്പൻ സെറ്റിൻ്റെ കൂടുതലൊന്നും ഇരുന്നില്ല. ശരിക്കും ഇവനിരുന്ന് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്. എനിക്ക് നീ എന്താ പ്രാർത്ഥിച്ചത്? മാർക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ? മാർക്ക് വിജയിപ്പിക്കണോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇപ്പോൾ റിസൾട്ട് വന്നപ്പം എനിക്ക് 2 വിഷയത്തിനും മലയാളം ഫസ്റ്റിനും സെക്കൻഡിനും B+ ചെയ്തുണ്ട്. ആണോ? മലയാളത്തിന്റെ സ്ഥിതി എന്തായി? 2നും B+ ചെയ്തുണ്ട്. ആണോ? B+ വരെ എത്തി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് A ആവും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ 9th സ്റ്റാൻഡേർഡ് ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ബൈക്കിൽ നിന്ന് വീണ് എൻ്റെ നട്ടലൊടിഞ്ഞായിരുന്നു. കുറേ നാൾ യാത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുമാത്രമല്ല ദൂരെയുള്ള സ്ഥലത്തൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയായിരുന്നു. കുറേ നേരം ഇരിക്കാനും പറ്റില്ല. ആ കൺവെൻഷന് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എൻ്റെ എല്ലാ വേദനയും ഈശോ എടുത്തു മാറ്റി. നട്ടല് സംബന്ധമായ ക്ഷതങ്ങൾ ഈശോ സുഖപ്പെടുത്തി. ഇപ്പം പിന്നെ എത്ര വേണമെങ്കിൽ യാത്ര ചെയ്യാം. കൊല്ലത്ത് നട്ടപ്പാടി വരെ ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് കുഴപ്പമില്ല. മറ്റേത് മോട്ടോർ സൈക്കിളിൻ്റെ പുറകെ ഇരുന്ന് പോലും പോകാൻ പറ്റില്ലായിരുന്നു അല്ലേ? അതേമാതിരി ബുദ്ധിമുട്ടായിരുന്നു. അതങ്ങോട്ട് മാറി. എനിക്ക് നിൻ്റെ ആ മലയാളത്തിൽ ജയിച്ചത് കേട്ടിട്ടാണ് എനിക്ക് നീ ഇങ്ങോട്ട് വന്നേ. ഈ മലയാളം നിനക്ക് ഭയങ്കര ഒരു മലയാളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറിയ പേടിയുണ്ട് അല്ലേ? ഉണ്ട്. ആണോ? ഇപ്പം അത് ചേട്ടൻ പരീക്ഷയ്ക്ക് ജയിച്ചപ്പോൾ നിനക്ക് നല്ല സന്തോഷമായോ? ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ജയിക്കുന്നല്ലേ? യെസ്. ആ മലയാളത്തെ പേടി കൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ സംസാരം. എന്തായാലും നിൻ്റെ അപ്പനും അമ്മയും നിന്നെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നത് അത് നിനക്ക് വലിയ അനുഗ്രഹമായി കേട്ടോ. ഇനി നീ പ്രാർത്ഥനയിൽ നിന്ന് പുറത്ത് പോകരുത്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കൊന്ത ചെല്ലണം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടണം, പള്ളിയിൽ പോകണം കേട്ടോ. ശരിയല്ലേ? ചെയ്യില്ലേ? ചെയ്യും. അതുകൊണ്ടാണ് കൊല്ലത്തുനിന്ന് അവിടുന്ന് പോന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. നിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്. പേരെന്താ? സ്റ്റെനോഷ്. സ്റ്റെനോഷ് അല്ലേ? പ്രൈസ് ആൾ ഉഷാറല്ലേ? പ്രൈസ് നോക്ക്. കമ്പിളിയുടെ കാര്യം കർത്താവ് സഹായിച്ചതുണ്ടോ? പ്രൈസ് ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് മകനെ അങ്ങോട്ട് ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിച്ച് ടെൻഷൻ എടുത്ത് മാറ്റി. ജീവിതത്തിൽ മലയാളത്തിൽ ജയിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. ആ കാലത്ത് കർത്താവ് എനിക്ക് ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ജയിപ്പിച്ചു. കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടി നിരാശനാകാൻ നിന്നില്ല. ആ കുട്ടി ദൈവത്തെ പഴിക്കാൻ നിന്നില്ല. ആ കുട്ടി ദൈവത്തെ ചോദ്യം ചെയ്യാൻ നിന്നില്ല. എനിക്ക് എന്തുകൊണ്ട് ബുദ്ധി തന്നില്ല, എനിക്ക് എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സൃഷ്ടിച്ചു, അങ്ങനെയൊന്നും ചോദിക്കാൻ നിന്നില്ല. അവൻ എളിമപ്പെട്ട്, അവൻ സന്തോഷമാണ്. അവൻ കർത്താവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം,
എനിക്ക് നല്ല മാർക്ക് വേണം. അവൻ എല്ലാ ചിട്ടവട്ടങ്ങൾക്കും സഭയുടെ ശുശ്രൂഷകൾക്കും വിധേയപ്പെട്ട് അവൻ ആ ബ്ലെസ്സിങ് സ്വീകരിച്ചു. കർത്താവ് അവനെ സഹായിച്ച്. സങ്കീർത്തന പുസ്തകം 18 അധ്യായം 35 തിരുലിഖിതം, സാംസ് 18:35. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, എൻ്റെ പാത വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതാൻ അവിടുന്ന് സമ്മതിച്ചില്ല. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുന്ന് എന്നെ മുൻപന്തിയിലെത്തിച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. അടിത്തറ തകരുമ്പോഴും ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. 42 സങ്കീർത്തനത്തിലെ 5 തിരുലിഖിതം, എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു, നീ എന്തിനു നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വെക്കുവീൻ. സാംസ് 42:5. ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഈ സമയം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ആരാധന മുമ്പിൽ ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എളിമപ്പെട്ട് വിശ്വാസത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പൂർവികർ ജീവിതത്തിൻ്റെ അടിത്തറകൾ തകർന്നപ്പോഴും വിശ്വാസത്തിൻ്റെ ബലത്തിൽ അവർ വീണ്ടും ജീവിതം പടുത്തുയർത്തി. 2 കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി. കുഞ്ഞുമക്കളും യുവതിവാക്ക് സാധിക്കുന്ന എല്ലാവരും മുട്ടുമേൽ നിന്ന് ജീവിക്കുന്നവനായ യേശുവിന് മുമ്പിൽ ഹൃദയം തുറങ്ങി നിലവിളിക്കുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുക. വിശ്വാസത്തിന് കൃപ നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. കർത്താവേ, ഹൃദയങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ കൃപ ചൊരിയൂ. ശൂന്യമായ ഹൃദയങ്ങളെ കാണണമേ. കൃപ ചൊരിയൂ. വിശ്വാസത്തിന്റെ തീ നിറയ്ക്കണമേ. കൃപ ചൊരിയൂ ദൈവമേ, സകല ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ദൈവ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ. അത്യുന്നത ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ആത്മാവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ആനന്ദമുണ്ടാനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ടാനന്ദമുണ്ട്, എനിക്കേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ടാനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ടാനന്ദമുണ്ട്,